ഡാഡി ആണെങ്കിൽ വാവയുടെ അടുത്തിരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർ വന്നപ്പോഴേ ചേച്ചിയൊക്കെ വന്നപ്പോൾ ഈ മുറിയിലൊക്കെ കയറുമ്പോഴേ ഭയങ്കര അങ്ങാടി മരുന്നിൻ്റെയൊക്കെ മണം, എണ്ണ തൈലം, ആ ഒരു മണം. അന്ന് മീൻ വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വന്ന ഒരു പ്രസവം കഴിഞ്ഞ വീട്ടിൽ വരുന്ന മണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ പേടിച്ചതിനൊരു കയ്യും കണക്കും ഇല്ല. വാവ കമട്ടിയപ്പോൾ എൻ്റെ ജീവൻ പോയി സ്വർഗത്ത്. വേണ്ട മീൻ ഇരിക്കുന്നുണ്ടോ? പെണ്ണാണ് ഇവിടെ കരയുക. മണിയെ നോക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇതെന്ത് വന്ന് നോക്കുവാ മണിയൻ. മണിയൻ ചേട്ടൻ പറയുന്ന കേട്ടോ, മിണ്ടായിടി ഇല്ല ഇപ്പൊ ഞാൻ വരുമെന്ന്. മണിയൻ ചേട്ടൻ പറയുന്നേക്കോ, ഇപ്പൊ ഞാൻ വരും, നീ മിണ്ടരുതെന്ന്, നീ മിണ്ടരുതെന്ന്. മണിയൻ ചേട്ടൻ പറയുമോ, നീ മിണ്ടരുതെന്ന് പോലെ, നീ മിണ്ടല്ലേന്ന്. നമ്മളിവിടെ ആട്ടോ ചെയ്യുന്നത്. ചേച്ചി പാക്കൊക്കെ മിക്സ് ചെയ്ത് വെച്ചേ. ഓ, പെണ്ണ് ജന്മം ചെയ്താൽ സമ്മതിക്കത്തില്ല ഒന്നിനും. അമ്മ കണ്ട അടുക്കളയിൽ പണിയാ. എന്നും ഉറങ്ങുന്ന പെണ്ണിന്ന് ഉറങ്ങുന്നതേ ഇല്ല. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ ഇങ്ങനെ അലച്ചലച്ചിരിക്കുന്നോണ്ടേ അതാ. എന്താ സംഭവം എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതാണ് എണ്ണ. ഇന്ന് തൊഴിലുറപ്പുണ്ട് കേട്ടോ. ഈ തൊഴിലുറപ്പിന് എല്ലാവരും നിൽക്കുന്നു. അയ്യോ, സത്യം പറഞ്ഞാൽ പ്രസവം എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുളിക്കണം, ഭയങ്കര സുഖമാണ്. മേലെല്ലാം മസാജ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് പെയിൻ ഉള്ളടം അറിയുന്നത്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ അറിയത്തില്ല എവിടേക്കാണ് പെയിനെന്നൊക്കെ. എനിക്ക് നടുവിൻ്റെ താഴ്വശത്ത് വേദന ഉണ്ടായിരുന്നു. പിന്നെ ഫേസ് ഫുള്ള് പാക്കിട്ട്, ബോഡി ഫുള്ള് പാക്കിട്ട്, നല്ല വെള്ളത്തിൽ, നല്ല ചൂട് വെള്ളത്തിൽ കുളിപ്പിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റുന്ന വെള്ളത്തിലേ. ഇവിടെ നിന്ന് എടുക്കുക. ഇത് എന്നും ഡെയിലി വ്ലോഗ് ഇടുന്നയാ. അഞ്ജന ചേച്ചി ആട്ടോ ചെയ്യുന്നത്. ചേച്ചിയെ കഴിഞ്ഞ വട്ടം എനിക്ക് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. നമ്മുടെ ഇവിടെയാണ് ചെയ്യുന്നത്. എൻ്റെ ചേച്ചി നല്ല പോലാട്ടോ ചെയ്യുന്ന. സമയമെടുത്ത് പതിയെ പ്രഷറൊക്കെ ചോദിക്കും, ഓക്കെ ആണോ നമ്മുടെ കംഫർട്ട് അനുസരിച്ചാട്ടോ കുളിപ്പിക്കുന്നത്. നമ്മൾ ഭയങ്കര രസം. എന്താ ചേച്ചി? പാല് കൊടുത്തിട്ടാ കുഞ്ഞിന്റെ അടുത്ത് ആയതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല. അല്ല, ഇത് കനലിന് വേണ്ടിയിട്ട്, മുടി പോക്കാൻ വേണ്ടിയിട്ട്. അമ്മ തീപ്പെട്ടി വരുമോ? പിന്നെ അതെടുത്തോ, അതെടുക്കാൻ ഇല്ല. നമുക്ക് ഞാൻ അതുകൊണ്ടല്ലേ രാവിലെ ചായ, പാല്, ചേച്ചി കുന്തിരിക്കാണോ ഇതെല്ലാം കൊടുത്തത്. മന ഇത് മടക്കണ്ട, ഇതിങ്ങനെ ഇവിടെ കിടന്നോട്ടെ. ചേച്ചി വയറ് കെട്ടാനകത്തുനിന്ന് കേട്ടാ. ഓ ഇല്ല കിടന്നോട്ടെ. ചേച്ചി ഇത് എടുക്കട്ടെ, അതകത്തുനിന്ന് കെട്ടണം, എടുത്തിട്ട് പുറത്ത് വെക്കണം. ആണോ? അമ്മ തീപ്പെട്ടി അവിടെ വെച്ചോ. ഇവിടെ മോളവിടെ വെച്ചോ. തന്നെ വെച്ചു. ചൂടുണ്ട്. അണിയൻ തിരുമ്മി വെച്ച തേങ്ങ ഫുള്ള് തിന്നു. അപ്പം ഞാൻ കണ്ണെഴുതി എന്നെ കാണാൻ നല്ല കോമഡിയാണ്. ഇപ്പം നേരത്തൊക്കെ നല്ല എണ്ണയുടെയും പാക്കിൻ്റെയൊക്കെ വേണം കേട്ടോ. ദേഹത്ത് സോപ്പിട്ടിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഇടാം. ചേച്ചി പറഞ്ഞു അങ്ങനെ ഇടാറില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഫേസിൽ മാത്രമേ സോപ്പിട്ടുള്ളൂ. വയറ് മറ്റേ തുണി കൊണ്ട് കെട്ടി. അതിമണി ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും വയറ് പറയണ്ടേ എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുക. ഇനി വാവയുടെ കാര്യം നോക്കണം. അവളെ രാവിലെ തുടപ്പിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ രാവിലെ വിചാരിച്ചായിരുന്നു വെയിൽ വന്നിട്ട് അങ്ങ് തുടയ്ക്കാമെന്ന്. ഇനി അവളെ തുടയ്ക്കാനൊക്കെ പോവാം. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രസവരക്ഷയൊക്കെ ചെയ്യണം കേട്ടോ. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരാശ്വാസം. ഇന്ന് ആ കുളി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അത്രയും നേരത്തെ മസാജും കാര്യങ്ങളൊക്കെ ഭയങ്കര റിലാക്സേഷനായിരുന്നു. അടിപൊളിയായിരുന്നു. അത് 2 മണിക്കൂർ.
ഞങ്ങളപ്പം വാവയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നേ. ഇന്നലെ കമട്ടിയില്ലേ, അപ്പോൾ എനിക്ക് പേടിയായി. ഇന്നലെ വയറിനൊരു വീക്കം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാമെന്ന് വെച്ചിട്ട് നമ്മുടെ അടുത്തൊരു പീഡിയാട്രീഷ്യനുണ്ട്, നല്ല ഡോക്ടറാണ്. അപ്പം ഇങ്ങോട്ട് വന്നു, ജസ്റ്റ് എല്ലാം കാണിച്ച് ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വെച്ചിട്ടേ. ചിക്കുവിൻ്റെ മക്കൾ. അപ്പം പ്രസവിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇയാളതിന് ചുമ്മാതാ. ഞാൻ ആദ്യമായിട്ടാണ് വീടിന് വെളിയിലോട്ട് ഇറങ്ങുന്ന പ്രസവം കഴിഞ്ഞ്. ഇത്രയും ദിവസം വീടിൻ്റെ അകത്തായിരുന്നു. അനങ്ങരുത്, തിരിയരുത്, പിരിയരുത്, എപ്പോഴും കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കമൻറ്റ് ഫുള്ള് എന്നെ തെറിവിളിയാ. വ്ളോഗ് എടുക്കുന്ന എത്ര അത്യാവശ്യമാണോ അതിൻ്റെ ഒരു സന്തോഷം, അതുകൊണ്ട് ഞാൻ എടുക്കുന്നയാ. ഇതുകൂടെ എടുക്കാണ്ട് വെറുതെ ഇരുന്ന് ഡിപ്രഷൻ അടിച്ചല്ലേ. ഈ തെറി വിളിക്കുന്നവരെ ഞാൻ തിരിച്ച് തെറി വിളിക്കുന്നതിന്റെ കാര്യം എന്താ പറയുക, ഈ കാവ്യ പറഞ്ഞ അക്കൗണ്ടൊക്കെ പാടായി കളയാം. അല്ല, എന്നോട് എന്നിട്ട് ചോദിച്ചു, മോളെ ലൈക്കിന് വേണ്ടിയാണെങ്കിൽ ഇതൊന്നും ഞാൻ ലൈക്കിന് ഞാൻ ഡെയിലി വ്ളോഗ് കുഞ്ഞിനെ എടുത്തൊരു ഫോട്ടോ ഇട്ടപ്പം പറയാ, കുഞ്ഞിനെ എടുക്കുമ്പോ സൂക്ഷിച്ചത്, കുഞ്ഞിനെ സാധനം എടുക്കുന്ന പോലെ തോളെ കിടന്നിട്ട് ഇങ്ങനെ പിടിച്ചേക്കുവാ. ഇതൊക്കെ ഈ നാട്ടുകാർക്ക് എന്തോ ഇത്രയും പ്രശ്നം എനിക്കറിയാം. എന്തായാലും നമ്മുടെ കുഞ്ഞിന് ആപത്ത് വരുന്ന രീതിയിൽ ഒന്നും ചെയ്യത്തില്ല. കാരണം നമ്മൾ അത്രയും പ്രാർത്ഥിച്ച് കാത്ത് ദൈവം തന്നതാ. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ഞങ്ങളാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയ എന്തിനാന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇവള് കമട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി. നല്ല വയറും ഡുമ്മെന്നിരിക്കുക, ഗ്യാസിൻ്റെ ഇഷ്യൂ വല്ലതും ഉണ്ടോ, ഞാൻ കൊടുക്കുന്നതെന്ന് അറിയുന്നുണ്ടോ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അവൾക്ക് ബ്രസ്റ്റ് മിൽക്കും കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ഒരു 15 ml ഫോർമുലയും കൂടെ കലക്കിയും കൊടുക്കും, നിറഞ്ഞില്ലെങ്കിലോ എന്ന് വെച്ചിട്ടേ. എൻ്റെ ഒരു സമാധാനത്തിന് എപ്പോഴും എന്നോട് പറയും ഇങ്ങനെ കൊച്ചിങ്ങനെ തിരികെ കയറ്റി ഒത്തിരി കൊടുക്കരുത്. എങ്കിലും എനിക്കറിയത്തില്ലല്ലോ വയറ് നിറയുന്നുണ്ടോ, എനിക്കൊരു തൃപ്തിയില്ല. അപ്പം അങ്ങനെ ചെയ്യും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസ് തട്ടുന്നതൊക്കെ കാണിച്ചു തന്നു. പിന്നെ അതേപോലെ കുഞ്ഞ് കമട്ടി കഴിഞ്ഞാൽ എന്തോ ചെയ്യണ്ടേ അതൊക്കെ കാണിച്ചു. നല്ല ഡോക്ടറാട്ടോ. ഈ പത്തനാപുരത്ത് സെൻറ്റ് ജോസഫിലുള്ള പീഡിയാട്രിഷ്യൻ ഡോക്ടർ എല്ലാം ഡീറ്റെയിൽ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും കാണിച്ചു തന്നു. പിന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. നല്ല ഡോക്ടേഴ്സിനെ കിട്ടുകയെന്ന് വെച്ചാൽ അത് നമുക്ക് സന്തോഷമാണ്. അഞ്ജന ഡോക്ടറെ പോലുള്ള ഡോക്ടറെ, അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമുക്ക് അറിയത്തില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു പൊടിക്കുഞ്ഞിൻ്റെ ഒരു കാര്യവും അറിയത്തില്ല, എന്തുവാ എങ്ങനെയാ എടുക്കേണ്ടത്. പിന്നെ ചേട്ടായിയെ സംബന്ധിച്ചും അറിയത്തില്ല, പക്ഷെ ആ ടെൻഷനില്ല, അറിയത്തില്ല എന്നുള്ളത്. ഇപ്പം എന്തെങ്കിലും അവളൊന്ന് കമട്ടിയാലും ചേട്ടായി കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. എനിക്ക് കൂളായിട്ട് നിൽക്കാൻ പറ്റത്തില്ല, ടെൻഷനാവും. ഇവള് ഒരു 5 മിനിറ്റ് നിർത്താണ്ട് കരഞ്ഞാൽ എനിക്ക് വിഷമം വരും. പക്ഷെ ചേട്ടായി കൂളായിട്ട് നിൽക്കും. കാരണം നമ്മുടെ ബുദ്ധിയുടെ മണ്ടന്മാർക്ക് ടെൻഷൻ ഇല്ലെന്ന് കേട്ടിട്ടില്ലേ. സൗണ്ട്. അപ്പോൾ നമ്മൾ ഭാവിക്ക് തട്ടിട്ടിനുള്ള ഇത് നോക്കാനും വേണ്ടി വന്നു കേട്ടോ. ഞാനും ചേട്ടായി മാത്രമേ വന്നു. ആ ചേട്ടായുണ്ട്. ചേച്ചി പെട്ടെന്ന് കണ്ട അശ്വതി മാമിയെ പോലെ ഉണ്ടല്ലോ അമ്മേ, സൈഡൊക്കെ പണ്ടത്തെ ഇല്ലയോ? ഞാൻ കുളിച്ചില്ല, കുളിക്കാനായിട്ട് പോവാ. ചേച്ചിയാണെങ്കിൽ നാളത്തേക്കുള്ള കിഴിയൊക്കെ കെട്ടി, കിഴി മീൻസ് നമ്മൾ നേരത്തെ എടുത്ത വേത് തന്നെ കിഴി പോലെ കെട്ടിയിട്ട് ഇലയൊക്കെ കെട്ടിയിട്ട് ഇച്ചിരി ചീത്തയാണോ വിളിക്കുന്നേ? പൊന്നാറ്റ തൂറിയോ?
പൊന്നും പൂവും വാഴിച്ചു പുണ്ണാജത്തെ മുച്ചന്നരുക ഈ താന്ത ഒന്നും സമ്മതിക്കത്തില്ല. അതെ പറ. പോയാലോ ഡ്രോണുമായിട്ട് വരുന്നില്ലയോ? 260 അങ്ങ് അടിക്കാം. ചങ്കമേ ചങ്കമേ എന്തൊരു ചങ്കമേ ഇരി ഇരി ചങ്കമേ ചങ്കമേ എന്തൊരു ചങ്കമേ. ഇന്നലെ നിങ്ങളൊരു കാര്യം കാണിക്കാൻ എടുത്തേ. അതേണ്ടേ എൻ്റെ കുഞ്ഞിത്തലോണ. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി തയ്ച്ച എൻ്റെ കുഞ്ഞിത്തലോണ. 25 വർഷമായി. 5 വർഷമായി ഈ പെണ്ണിനെ വെക്കാനും വേണ്ടി ഞങ്ങൾ എടുത്തതാണ് കുഞ്ഞിത്തലോണ. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി തയ്ച്ച കുഞ്ഞിത്തലോണ. അതൊരു വികാരം കേട്ടോ. ഇവിടെ വെച്ചേക്കാം. ചോറ് കഴിക്കാമായിരുന്നു. ഇന്ന് ചാച്ചൻ തൊഴിലുറപ്പിന് പോയില്ലേ. ചാച്ചൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവള് മിണ്ടാണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഭാഗ്യം ചെയ്ത ഒരാളാണ്. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാം, അച്ഛനെയും അമ്മയും കിട്ടി ഇവരുടെയൊക്കെ വില അറിയുന്നത് നമ്മളൊരു അച്ഛനും അമ്മയും ആവുന്ന സമയത്താണ്. ഇപ്പം എൻ്റെ അമ്മ തന്നെ ആണെങ്കിലും നമ്മൾ പ്രസവിച്ചെടുക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു മടിയില്ല. നമ്മുടെ തുണി കഴുകുന്നതിനാണെങ്കിലും എല്ലാം. അപ്പം തന്നെയാണ് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ നിന്ന് എന്നെ അങ്ങനെ പാഡ് വെക്കാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. തുണി തന്നെ വെക്കാം. അപ്പോൾ അതൊക്കെ കഴുകാനൊന്നും എൻ്റെ അമ്മയ്ക്ക് ഒരു അതൊക്കെ ഓർക്കുമ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര മാത്രമല്ല കഷ്ടം. ഒരു പ്രസവിച്ച വീട്ടിൽ എന്തോരം ജോലി ഉണ്ടെന്ന് നമുക്ക്. അപ്പം അമ്മയ്ക്ക് അന്നേ കഷ്ടം. ഇരിക്കാൻ നേരമില്ല. രാവിലെ കാപ്പി ഉണ്ടാക്കണം, പിന്നെ ഉച്ചക്കത്തെ വീടെല്ലാം വൃത്തിയാക്കണം, മുറ്റം തൂക്കണം, ഇവളുടെ മൂത്രത്തുണി കഴുകണം, എൻ്റെ തുണി കഴുകണം, എൻ്റെ കാര്യം നോക്കണം, പിന്നെ കുഞ്ഞിനെ എടുക്കണം, കുഞ്ഞിനെ ഉറക്കണം. സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും കേട്ടോ. രാത്രി മാണ്ട് കിടന്നാണ് ഉറങ്ങുന്നത്. വിളിക്കാനും മനസ്സ് വരത്തില്ല. പിന്നെയും അങ്ങ് വിളിച്ചു പോവും. കിടക്കുന്ന കണ്ടാൽ നമുക്ക് കഷ്ടം തോന്നും. മുഖമൊക്കെ ഇപ്പം അങ്ങ് പന്നലായി, ഒത്തിരി പന്നലായി. പിന്നെ അതിൻ്റെ ഇടയിൽ വായന വന്ന് എന്നോട് ചോദിക്കും പൊക്കോട്ടെ. സത്യമാണ്, വായനയ്ക്ക് പോയില്ലെങ്കിലേ നമ്മുടെ വീട്ടിലെ ചിലവും കാര്യവും നടക്കണമെങ്കിൽ അച്ഛനൊന്നിനും പോകുന്നില്ല. ഒരു തൊഴിലുറപ്പിന് പോയാൽ എന്തോ കിട്ടാനാ, 12 മണിയില്ല. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നും, എന്നാൽ സന്തോഷം തോന്നും. ചാച്ചനെ ഇവിടെ അടുത്തേ ചാച്ചൻ രാവിലെ വരും. ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ചാച്ചൻ ഇങ്ങ് വരും. ചാച്ചന് പിന്നെ ഉറക്കമില്ല ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 9-9:30 ആവാറായി കേട്ടോ. എനിക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി. അവളാണെങ്കിൽ ഉറങ്ങി. ഇനി എഴുന്നേൽക്കും. ഇന്നലെ രാത്രി ഉറങ്ങിയതേയില്ല. ഇങ്ങനെ കണ്ണും തുറന്ന് കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ കിടക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഉറക്കം രാത്രി പോകും. ഇന്നലെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള മൈൻഡിലായിരുന്നേ. ഇന്നിപ്പോൾ കുഴപ്പമില്ല. അഥവാ അവൾ എഴുന്നേറ്റാലും ചേട്ടായി ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ പകലാണെങ്കിൽ ഈ വേദൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ കളർ ഡ്രസ്സ്, ഈ വൈറ്റൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. കാരണം സോപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. ആ ഓയിലും പാക്കും അതേപടി തന്നെ ആ പാക്ക് വെച്ചിട്ടാണ് നമ്മൾ വെയിൽ ഫുള്ള് കഴുകുന്നത്. വേണമെങ്കിൽ സോപ്പ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്ന് ചേച്ചി പറഞ്ഞു. അപ്പം നമുക്ക് നല്ലത് ഏതാണോ അതല്ലേ ചെയ്യുന്നത് നല്ലത്. അപ്പം സോപ്പിട്ടില്ല കേട്ടോ. പിന്നെ ഫേസിലാണെങ്കിൽ എണ്ണ തേച്ചു. ചെറിയ ചെറിയ കുരുപ്പ് പോലെ ഇങ്ങനെ തോന്നുന്നു. അപ്പോൾ നാളെ എണ്ണ തേക്കണ്ടെന്ന് പറയാം. പിന്നെ അപ്പം ചേച്ചി എന്നോട് ചോദിച്ചു മുഖത്ത് കുരു വരുന്നതാണോ എന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാൻ അപ്പോൾ പറഞ്ഞു ഇല്ല, പിന്നെ അറിയത്തില്ല. കാരണം ഞാൻ ഒരിടയ്ക്ക് നാൽപ്പാമരാതി തേച്ചപ്പോഴും എൻ്റെ മുഖത്ത് ഇതേപോലെ ഇങ്ങനെ കുരു വന്നായിരുന്നു കേട്ടോ. ചേട്ടായിക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോ എല്ലാം ഡ്രോണിൻ്റെ ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഞങ്ങൾ കിടക്കാനായിട്ട് പോവുകയാണേ. ജനൽ തുറന്നിട്ടേക്കോ, ഭയങ്കര ചൂടാണ്. പക്ഷേ ജനൽ തുറന്നിട്ടുകൊണ്ട് തണുപ്പുണ്ട്, ഇല്ലെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു. ഈ AC വെച്ചിട്ട് നമ്മളിതുവരെ AC ഇട്ട് കിടന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ എയർ ഹോളൊന്നും ഇതുവരെ അടച്ചില്ല.
പിന്നെന്താ, ഇപ്പോഴത്തെ വീഡിയോസിനൊന്നും ഒരു വൈൻഡപ്പ് ഒന്നും പറയാതെ ഇപ്പം ടപ്പേന്നുള്ള നിർത്തലും, ഞാനങ്ങനെ കിട്ടുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുത്തു വെക്കുന്നത്, അതുകൊണ്ടാട്ടോ അങ്ങനെ വരുന്നത്. പിന്നെ എനിക്കൊന്ന് ചില വീഡിയോയിൽ ഞാൻ ഇട്ട് തന്നെ ക്ലിപ്പ് വീണ്ടും എടുത്തിട്ടിട്ടുണ്ട്, അതും പെട്ടെന്നൊക്കെ എഡിറ്റ് ചെയ്തിരുന്നതുകൊണ്ടാട്ടോ, നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ പഴയ പോലെ എന്താ വീഡിയോ ഒക്കെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. കാരണം എന്നെ പുറത്തൊന്നും വിടത്തില്ല. ഈ മുറി ഇരുന്ന് എന്തെടുക്കാനാ, ഇല്ലെങ്കിൽ അയ്യോ കണ്ടൊക്കെ കാണിക്കുമായിരുന്നു. നമ്മളന്ന് നട്ട 10 മണി നിറയെ ഇപ്പം പൂവ് പൂക്കും, ഒരു 3-4 കളർ പൂവുണ്ട്. ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ കുറേ നാൾ കൂടിയാട്ടോ ഞാനും ചേട്ടയും കാറിൽ ഇങ്ങനെ പോകുന്നത്. മറ്റേത് ഹോസ്പിറ്റലിൽ, അതായത് കഴിഞ്ഞ ഒരു ജൂൺ 15 തൊട്ട്, അല്ല ജൂലൈയിലല്ലേ നമ്മൾ അറിയുന്നത്, അല്ല നമ്മൾ ജൂണിലാണ് അറിയുന്നതെന്ന് തോന്നുന്നു, അല്ല ജൂലൈയിൽ. അപ്പോൾ അന്ന് തൊട്ട് ഇങ്ങനെ എഴഞ്ഞ് പതിയായിരുന്നു കാറിൽ പോകുന്നത്. അപ്പം ഞാൻ കാറിൽ കയറിയപ്പോൾ ചേട്ടായി പറഞ്ഞു, അയ്യോ കുറേ നാളുകൾക്ക് ശേഷം നിന്നെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നതെന്ന്. കാരണം സ്പീഡിൽ പോകാൻ പറ്റുക, പാവയുള്ളതുകൊണ്ടേ, വയറ്റിലുള്ളതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ചല്ലേ പോകുന്നത്. ഇന്ന് ഞങ്ങളുണ്ട് മാത്രം സ്വർണ്ണം എടുക്കാനായിട്ട് പോയതും. അപ്പോൾ അങ്ങനെ അവയ്ക്ക് ചെയിനല്ല അറിഞ്ഞാണൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നുള്ള എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചു വിളിച്ചിരിക്കുക. ഞാൻ ഭിത്തിയിൽ നോക്കിയത് ഒരു പ്രാണി അവിടെ ഇരിക്കുന്നു, അതിനെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോകാൻ പറ്റട്ടെ.